അർജുൻ നായങ്കിയുടെ സോഷ്യൽ മീഡിയ വെല്ലുവിളികളെ തള്ളിക്കൊണ്ട് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ പോലീസിന് നിർദ്ദേശം നൽകി. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ധാരാളം ആളുകൾ റൗഡികൾ ഓരോന്ന് പറയാറുണ്ട്. അതൊക്കെ പോലീസ് നോക്കിക്കോളും. അല്ല, ഇത് ഞങ്ങൾ വലിയ ഗൗരവത്തിൽ കാണുന്നില്ല. ഒരാള് റോഡിൽ ഇറങ്ങിയ ആളുകളെ ആക്ഷേപിക്കുന്ന അതിന് പോലീസിന്റെ ഒരു രീതിയുണ്ട്, അത് അവർ ചെയ്തോളും. എനിക്ക് തോന്നുന്നു അത് ആരോ വാർത്ത കൊടുത്തത്. പോലീസിന്റെ ഒരു രീതി ഉണ്ടല്ലോ, ചുമ്മാ ആളുകളെ വെടിവെക്കുക. നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. ഓപ്പറേഷൻ ഒളിവിൽ കഴിയുന്ന പ്രതികൾ പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിക്കുന്നത് വെറും ഗുണ്ടായിസമാണെന്നും നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമെന്നും അധികൃതർ വ്യക്തമാക്കി. അർജുൻ നായങ്കിയെ കണ്ടെത്താൻ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പോലീസ് തിരച്ചിൽ ശക്തമാക്കി. കോതമംഗലം ഊന്നുകൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരെ സോഷ്യൽ മീഡിയ വഴി ഭീഷണിപ്പെടുത്തിയതിനും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിനും ആഭ്യന്തരമന്ത്രിക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനുമെതിരെ ഇയാൾക്കെതിരെ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒളിവിൽ പോകാൻ അർജുനെ സഹായിച്ച സഹോദരൻ അഖിൽ നായങ്കിയെയും മലപ്പുറം വട്ടംകുളം സ്വദേശികളായ മറ്റ് 4 സുഹൃത്തുക്കളെയും പോലീസ് ഇതിനകം കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ് കേരള. നമസ്കാരം. 2026 പകുതിയിൽ ജെനിസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ 1ാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനിസിസ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനിസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ 1ാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനിസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ 2nd പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.